നെറ്റിയിൽ ഒരു തരം തണുപ്പ് അനുഭവപ്പെട്ടതും അത് നന്ദുവാണെന്ന് അവന് മനസ്സിലായി. അവൻ കണ്ണു തുറക്കാതെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഭയന്നെങ്കിലും പിന്നീട് അതൊരു ചെറുപുഞ്ചിരിയിലേക്ക് വഴിമാറി. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ ഇപ്പോഴും കണ്ണടച്ചിട്ടാണുള്ളത്. അവൾ അവൻ്റെ നെറ്റിയിൽ നിന്നും മൂക്കിലൂടെ പതിയെ വിരലോടിച്ചു. വിരൽ അവൻ്റെ ചുണ്ടിനു മീതെ എത്തിയതും അവൻ അതിൽ ചെറുതായി ഒന്ന് കടിച്ചു. അവൾ എരിവലിച്ചു തൻ്റെ വിരൽ പിൻവലിച്ചു. അവൻ അന്നേരം കുറുമ്പ് നിറഞ്ഞ ചിരിയാലെ കണ്ണു തുറന്ന് അവളെ നോക്കി. അവൾ ചുണ്ടു കൂർപ്പിച്ച് തിരികെ അവനെയും നോക്കി. അവളുടെ ഇടുപ്പിലൂടെ അവൻ വട്ടം ചുറ്റി പിടിച്ചു തന്നോട് അടുപ്പിച്ചു. അവളുടെ മാറിടം അവൻ്റെ ദൃഢമായ നെഞ്ചിലമർന്നു. അതിൻ്റെ മൃദുലത അവനിലെ വികാരത്തെ ഉണർത്തി. ഇരുവരുടെയും ശ്വാസഗതി ഉയർന്നു. അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു. ഇരുവരുടെയും അതരങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. അവൻ അവളുടെ അതരങ്ങളിൽ ചുംബിക്കാനൊരുങ്ങവേ അവൾ അതിന് തടസ്സം സൃഷ്ടിച്ചു. അവൻ്റെ വായക്ക് കുറുകെ തൻ്റെ കൈവച്ചു. അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നെ പറഞ്ഞു വിടും അല്ലേ? അവൾ പരിഭവിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ അന്നേരത്തെ ഭാവം കാണുവെ അവനിൽ പ്രണയത്തിനുമപ്പുറം വാത്സല്യം നിറഞ്ഞു. തൻ്റെ വായക്ക് മേലെ അമർന്ന അവളുടെ കൈയെടുത്ത് മാറ്റി അവൻ അവളെ തൻ്റെ മടിയിലിരുത്തി. പറഞ്ഞു വിടാനോ? എങ്ങോട്ട്? അവളുടെ കവിളിൽ മുഖമിട്ടുരസിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. അവൻ്റെ പ്രവൃത്തിയിൽ ഇക്കിളിയോടെ അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി. ഇപ്പം അച്ഛനോട് പറഞ്ഞല്ലോ എന്നെ കൊണ്ടുപോയിക്കോളാൻ. പറഞ്ഞു, പക്ഷേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിരുന്നു, അവൾ വരുവാണെങ്കിൽ മാത്രം കൊണ്ടുപോയിക്കോളാൻ. നീ എന്നെ വിട്ടുപോവില്ലെന്ന് എനിക്കറിയാലോ. ആര് പറഞ്ഞു പോവില്ലെന്ന്? അവൾ കുറുമ്പോടെ ചോദിച്ചു. നീ പോവോ? ആ, ഞാൻ പോവും. എന്നേക്കാൾ ഇഷ്ടം പവിയല്ലേ? അവളുടെ ചോദ്യവും ഭാവവും കണ്ടപ്പോൾ അവന് ചിരി പൊട്ടി. നീ പോവുമല്ലേ? ഇത്തവണ അവൻ്റെ കൈ ഡ്രസ്സിന് മേലെയായി അവളുടെ മൃദുലതയിൽ അമർന്നു. അവളിൽ നിന്നും ഒരേങ്ങലുയർ. നീ എന്നെ വിട്ടിട്ട് പോവുമല്ലേ? അവൻ്റെ കൈ ഒന്നുകൂടെ അവിടെ മുറുകി. അവൻ്റെ ആ കൈകളുടെ കുറുമ്പ് കൂടി വന്നതും അവൾ തളർന്നു തുടങ്ങി. അച്ചുവേട്ടാ, വേണ്ട, അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ആ വിളിയിൽ അവനിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നീ എന്താ വിളിച്ചത്? ഒന്നുകൂടെ വിളിച്ചേ, അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. അന്നേരമാണ് അവൾക്ക് അബദ്ധം മനസ്സിലാവുന്നത്. അവൾ നാക്ക് കടിച്ചു. പ്ലീസ് ഒന്നുകൂടെ വിളിക്കണ്ട നന്ദൂട്ടാ. അന്നേരം അവൾ ഇല്ലെന്ന പോലെ തലയനക്കി. അന്നേരം അവൻ അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖം പൂഴ്ത്തി ചുംബിച്ചു കൊണ്ടേയിരുന്നു. നീ വിളിക്കും വരെ ഞാൻ ചുംബിക്കും. അവനതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ അനുസരണയില്ലാതെ അവിടെ എവിടെയായി ചുംബിച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പുളഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ സാരിക്കുള്ളിലൂടെ അവൻ്റെ കൈ അവളുടെ വയറിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അവൻ്റെ ചുംബനത്തിൽ തളർന്ന് അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ഓടാനൊരുങ്ങി. അവൾ ഓടുന്നതിനിടയിൽ അവളുടെ സാരി തലപ്പിൽ അവൻ്റെ പിടി വീണു. അവൾ ഓട്ടം നിർത്തി. അവൻ അവളുടെ സാരിയിൽ നിന്നുള്ള പിടി വിട്ടു അവളുടെ അരികിലേക്ക് നടന്നു. ആരെ കാണിക്കാനാ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി നിൽക്കുന്നത് എന്നുള്ള അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നിന്ന് അവനെ കൂർപ്പിച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവനിൽ ചിരി വിരിഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അവളുടെ താടി പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റി മുഖം തിരിച്ചു. പെണങ്ങല്ല പെണ്ണെ. അവൻ അവളുടെ പിന്നിലൂടെ വന്ന് വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. പിന്നല്ലാതെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി നിന്നിട്ട് ആരെ കാണിക്കാനെന്ന്? കഴിഞ്ഞ ദിവസമല്ലേ പറഞ്ഞ് എന്നെ സാരിയിൽ കാണണമെന്ന്. അതുകൊണ്ട് ഇയാൾ വരുമ്പോൾ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഉടുത്തതാ. അപ്പോഴാ അച്ഛൻ കയറി വന്നേ. എന്നിട്ട് ഇയാൾ ഇത്ര നേരമായിട്ടും ഞാൻ സാരി എടുത്തതൊന്നും നോക്കിയത് പോലില്ലല്ലോ. അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അവൻ്റെ കൈ അവളുടെ സാരിക്കുള്ളിലൂടെ വയറിലേക്ക് നീണ്ടു. ആര് പറഞ്ഞു നോക്കില്ലെന്ന്? ഞാൻ വന്നപാടെ ശ്രദ്ധിച്ചിരുന്നു. അവളുടെ വയറിൽ പതിയെ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. ഒരു തരം പിടച്ചിലോടെ അവൻ അഭിമുഖമായി തിരിഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അച്ചുവേട്ടാ, വേണ്ട, അവൾ ചിണുങ്ങിക്കൊണ്ടത് പറഞ്ഞതും അവൻ്റെ കൈകളുടെ കുറുമ്പ് കൂടി വന്നു. അവളുടെ സാരിക്കുള്ളിലേക്ക് കൈ കടത്തി സാരിയുടെ ഞൊറി വലിച്ചെടുത്തതും അവളിൽ നിന്നും ഒരു ഏങ്ങൽ ഉയർന്നു. അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൻ അവളുടെ സാരി തലപ്പ് മാറിൽ നിന്നും വലിച്ചെടുത്തിരുന്നു. സാരിയുടെ മറ നീങ്ങിയതും അവളുടെ മേനിയിലൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു.
ഇറുകിയ ബ്ലൗസിൽ കടന്ന അവളുടെ മാറിടം ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്ന് താഴുന്നുണ്ട്. അതവൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ചു. അവളുടെ കുഞ്ഞു വയറും നാഭിചുഴിയും അവൻ പ്രണയത്തോടെ നോക്കി നിന്നു. അവൻ്റെ നോട്ടം കാണവേ അവൾ നാണത്തോടെ മുഖം തിരിഞ്ഞു നിന്നു. സാരിയിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞതേ, ഇതുപോലെയൊക്കെയും കാണാൻ കൂടിയാ. അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ചിണുങ്ങിക്കൊണ്ട് തൻ്റെ കൈകൾ പിണച്ചു കെട്ടി തൻ്റെ മാറ് മറച്ചു ഒടിച്ചു. അവൻ നേരെ അവളുടെ കൈയെടുത്ത് മാറ്റി. അവൾ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി തൻ്റെ മെഴികൾ താഴ്ത്തി നിന്നു. ഡോറും അടച്ച് ലോക്കിട്ട് തൻ്റെ ഷർട്ടും ബനിയനും അഴിച്ചു മാറ്റി. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കാണവേ അവൾ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. അവൾ സെറ്റിയിലേക്ക് വീണു പോയിരുന്നു. അവൻ സോഫയുടെ ഇരു സൈഡിലും തൻ്റെ ഇരു കൈകളും കുത്തി നിന്നു. പാൻറ് മാത്രം ധരിച്ചു നിൽക്കുന്ന അവൻ്റെ ദൃഢമായ ശരീരം കണ്ട് അവൾ ഉമിനീരിറക്കി. അവൻ അവളുടെ നെറുകയിൽ തൻ്റെ അതരം പതിപ്പിച്ചു. അവൻ്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് സഞ്ചരിച്ചു. അവൻ്റെ അതരങ്ങൾ മൂക്കിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് താഴേക്കൊഴുകി അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. ഒടുവിൽ അവളുടെ അതരങ്ങളുമായി ബന്ധിച്ചു. അതിനിടയിൽ ചുണ്ടുകൾ മോചിപ്പിക്കാതെ അവളെയും പൊക്കിയെടുത്ത് അവൻ സെറ്റിയിലേക്ക് ഇരുന്നു. അവളെ തൻ്റെ തുടയിൽ ഇറുക്കി പിടിച്ചു. ആവേശത്തോടെ അവൻ അവളുടെ അതരം നുകർന്നു. അവളെ അവൻ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ കൈ അവളുടെ കാലിലൂടെ മുകളിലേക്ക് ഒഴുകി നടന്നു. ഒപ്പം വസ്ത്രവും മുകളിലോട്ട് പൊങ്ങുന്നുണ്ട്. ചുംബനം അതിൻ്റെ തീവ്രതയിലെത്തിയതും അവൻ അവളുടെ അതരങ്ങൾ വേർപെടുത്തി. അല്പനേരത്തിനു ശേഷം അവളുടെ ചുണ്ടിൽ നിന്നും അകലുമ്പോൾ അവനിൽ നിന്നും നേരിയ കിതപ്പുയർന്നു. തളർന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയ പെണ്ണിനവൻ പ്രണയത്തോടെ നോക്കി. അവളുടെ മുഖം ചുവന്ന് തൊടുത്തിട്ടുണ്ട്. അവൻ അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മേനിയിലൂടെ അലഞ്ഞു നടന്നു. ഒപ്പം ബ്ലൗസിൻ്റെ ഊക്ക് ഓരോന്നായി വേർപെട്ടു തുടങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാലിലൂടെ മുകളിലേക്ക് ഇഴഞ്ഞു പുതിയ പാത തേടി തുടങ്ങി. അവൻ അവളുടെ പാവാടയുടെ കെട്ട് പൊട്ടിച്ചതും അവൻ്റെ ആ പ്രണയത്തിൽ വിവശയായ അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി. അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഇവിടെ നിന്ന് വേണ്ട, നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. അവളിൽ മുതിർന്ന വാക്കുകൾ കേട്ടതും അവനിൽ നേർത്തൊരു ചിരി വിരിഞ്ഞു. ഓം അവളെയും കൈകളിൽ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. അവൻ്റെ അന്നേരത്തെ നോട്ടം കാണവേ അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ആ നിമിഷം പരസ്പരം അറിയാൻ വേണ്ടി ഇരുവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പവിയും സിധുവും തമ്മിലുള്ള പിണക്കത്തിന് കാര്യമായ മാറ്റമൊന്നുമില്ല. രണ്ടും നേരിൽ കണ്ട കീരിയും പാമ്പും പോലെയാണ്. ഇന്നാണ് ആർട്സ് ഡേയുടെ ആദ്യ ദിനം. ആർട്സ് സെക്രട്ടറി ജീവയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യുവ ഗായകനും സംഗീത സംവിധായകനുമായ ജിതിൻ റോയ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് സമയമായതും എല്ലാവരും പ്രോഗ്രാം ഹാളിൽ എത്തിച്ചേർന്നു. സ്വാഗത പ്രസംഗം നടത്തിയത് ആർട്സ് സെക്രട്ടറിയായ ജീവയായിരുന്നു. സ്റ്റേജിലിരിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവരെ സ്വാഗതം ചെയ്ത് അവൻ സംസാരിച്ചു. ആർട്സ് സെക്രട്ടറി എന്ന പോസ്റ്റിലിരിക്കുമ്പോൾ അവന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളൊക്കെയും അവൻ ആ വേദിയിൽ പങ്കുവച്ചു. അടുത്തതായി പ്രാർത്ഥന ഗാനം ആലപിക്കൽ ചടങ്ങായിരുന്നു. ജീവൻ തന്നെയായിരുന്നു പ്രാർത്ഥന ഗാനം ആലപിക്കേണ്ട വ്യക്തിയെ വേദിയിലേക്ക് ക്ഷണിച്ചത്. പല്ലവി ഹരിദാസ്. ആ പേര് കേട്ടതും വേദി ഒന്നടങ്കം നിശബ്ദരായി. ചില്ലു ഒരുതരം ഞെട്ടലോടെ പവിയെ നോക്കി. വിക്കിയുടെയും ഷാനുവിൻ്റെയും മുഖത്ത് ഞെട്ടൽ പ്രകടമാണ്. കാരണം ഇന്നേ വരെ അവളൊരു മൂളിപ്പാട്ട് പാടുന്നത് പോലും അവർ കേട്ടിട്ടില്ല. അങ്ങനെയിൽ അവൾ പ്രാർത്ഥന ഗാനം ആലപിച്ച എന്തായിരിക്കും അവസ്ഥ? പവിയുടെ കണ്ണുകൾ സിദ്ധുവിലേക്ക് നീണ്ടു. അവൻ്റെ പണിയാണിതെന്ന് അവൾ ഊഹിച്ചു. എന്നാൽ ഇതേ ഞെട്ടൽ അവനിലും കാണാം. അവൻ ജീവയെ നോക്കി പല്ല് ഞെരിച്ചു. ഡാ പട്ടി, നീ എന്ത് പണിയാ കാണിച്ചേ? അവൾക്ക് പാടാൻ അറിയില്ലെന്ന് സിദ്ധു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എടാ, അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളുടെ പേര് വിളിച്ചത്. അവൾ ചമ്മി നാർന്നെ നിനക്ക് കാണണ്ടേ? അതുമല്ല, മെക്കുകാർക്കെതിരെ കൂവാൻ ഒരവസരവുമായി. ഓഹ്, എത്ര നാളായി ഒന്ന് ശരിക്കും കൂവിയിട്ട്. ജീവൻ ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. അപ്പോഴേക്കും ആങ്കേഴ്സായ അഞ്ജനയും രാഹുലും പവിയുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു. ലെറ്റ്സ് വെൽക്കം പല്ലവി ഹരിദാസ് ഓൺ ദി സ്റ്റേജ്. CSE-കാരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന ഗാനം വായിച്ചിട്ട് വന്നാലും മതിയെന്നും പറഞ്ഞ് വിക്കിയും ഷാനുവും അവളെ ഉന്തിത്തള്ളി വിട്ടു. ഷോ, എന്താവോ എന്തോ, ഇനിയിപ്പോൾ മുണ്ടിൽ തലയിടേണ്ടി വരുമോ പടച്ചോനെ? വർദ്ധിച്ചു വന്ന നെഞ്ചെടുപ്പോടെ അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് ഷാനു പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ, തലയിൽ മുണ്ടിടേണ്ടി വരും എന്നല്ലേ വിക്കി തിരുത്തി. ഓഹ്, രണ്ടായാലും റിസൾട്ട് ഒന്ന് തന്നെയാ.
നീ എന്നെ തിരുത്താതെ വല്ല നേർച്ചയുണ്ടെങ്കിൽ നേരടാ. ഷാനു ഓരോന്ന് പറയുന്നുണ്ട്. സ്റ്റേജിലേക്ക് നടക്കുമ്പോൾ പവിയുടെ ഉള്ളിൽ ഒരു തരം വാശിയായിരുന്നു. അതവളുടെ മുഖത്ത് പ്രകടമാണ്. അവൾ മൈക്ക് കയ്യിലെടുത്തു. അത് ടെസ്റ്റ് ചെയ്തതും എവിടെ നിന്നോ ഒരു കൂവൽ ഉയർന്നു. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും എന്നെ വിശ്വസിച്ചു ഈ ദൗത്യം ഏൽപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആർട്സ് സെക്രട്ടറിയെ നിരാശനാക്കാൻ പറ്റില്ലല്ലോ. എനിക്കിട്ട് പണിയാൻ നോക്കിയാൽ തിരിച്ചു പണിയാൻ എനിക്കറിയാനിട്ടല്ല. അത് ചിലപ്പോൾ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അപമാനിക്കുന്നതിന് തുല്യമാവാം. അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന പോലെ ആലപിക്കാം എന്നും പറഞ്ഞവൾ അവൾക്കറിയാവുന്ന ഒരു ഗാനം ആലപിച്ചു തുടങ്ങിയതും വേദി ഒന്നടങ്കം നിശബ്ദരായി. അവൾ അതിമനോഹരമായി ഗാനം ആലപിച്ചു. സിദ്ധു അടക്കം എല്ലാവരും കിളി പോയി നിൽപ്പാണ്. ഒപ്പം അവൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി മുട്ടിട്ടു. ഷാനുവും വിക്കിയും ഇതെന്തായി കാണുന്നേ, ഇനിയിപ്പോൾ വല്ല സ്വപ്നവുമാണോ എന്ന പോലെ പരസ്പരം നോക്കുന്നുണ്ട്. എടാ പൊട്ടന്മാരെ, അവൾ നന്നായി പാടുമെടാ. തുടർച്ചയായി 5 വർഷം സ്റ്റേറ്റ് ലെവലിലെ ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ട് ഇതിലെ ഇവൾക്കായിരുന്നു 1ാം സ്ഥാനം. ചില്ലു അത് പറഞ്ഞതുമാണോ എന്ന പോലെ വിക്കിയും ഷാനുവും അവളെ നോക്കി. പവിയുടെ പാട്ട് കഴിഞ്ഞതും മ്യൂസിക് ഡയറക്ടർ ജിതിൻ അവളെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, പോകുന്നതിന് മുൻപ് തനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞതും അവിടെ ഒരാളുടെ മുഖം വീർത്തു തുടങ്ങി. വേലിയിലിരിക്കുന്ന പാമ്പിനെ കഴുത്തിലിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ തെണ്ടി എന്നും പറഞ്ഞ് സിദ്ധു ജീവയുടെ കാല് ഞെരിച്ചുടച്ചു. എടാ, എന്നാലും എന്തായിരിക്കും അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടാവുക? സിദ്ധു ആരോടൊന്നില്ലാതെ ചോദിക്കുന്നുണ്ട്. ആരും സിംഗിൾ റെഡി ടു മിങ്കിൾ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അഭി പറയുന്നത് കേട്ടതും സിദ്ധു അവനെ നോക്കി പല്ല് ഞെരിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അവന് ചോദിച്ചിട്ടുണ്ടാവുക. നിന്നോട് ആരാടാ പറഞ്ഞ ഇതുപോലുള്ള കാട്ടുകോഴികൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? പോരാഞ്ഞ് അവൻ്റെ ഒടുക്കത്തെ ലുക്കും ആ സ്റ്റൈലും ആ കട്ട താടിയും. ഓഹോ, നമുക്കാണെങ്കിലേ താടി പോയിട്ട് താ പോലും ഇല്ല. കല്യാണം കഴിഞ്ഞ് ആരെയും കിട്ടിയില്ല നിനക്ക്? സിദ്ധു ജീവയെ നോക്കി പിറുപിറുത്തു. അതിനിടയിൽ സിദ്ധു സ്റ്റേജിലേക്കൊന്ന് നോക്കി. ചീഫ് ഗസ്റ്റ് വേദിയിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. പെൺപിള്ളേരാണെങ്കിൽ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവന് നോക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി വെള്ളമിറക്കാൻ മാത്രം അവൻ എന്താ തേങ്ങയുടെ ഉള്ളേ? അഭി പറഞ്ഞു. നോക്കടാ തേജ, നിന്റെ പെണ്ണിൻ്റെ ആ നോട്ടം. ജിതിൻ്റെ സ്പീച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ വീക്ഷിക്കുന്ന ചില്ലുവിനെ കാട്ടിക്കൊണ്ട് അഭി നൈസായിട്ട് ഒരു ലവ് കലക്കാൻ നോക്കി. തേജ അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്തതും അതാരാന്ന് പോലും നോക്കാതെ ചില്ലു കോൾ കട്ട് ചെയ്തതും തേജയുടെ മുഖം വീർത്തു. അഭിയും ജീവനും അത് കണ്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും അവൻ എന്താ ചോദിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം എന്നും പറഞ്ഞ് സിദ്ധു പ്രോഗ്രാം ഹാളിന് വെളിയിലേക്ക് ഇറങ്ങി. എടാ, ഇനോഗ്രേഷൻ കഴിഞ്ഞ് പെൺപിള്ളേരുടെ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിത്തുമോന് പോവുള്ളൂ. നിന്റെ പല്ലിയെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടാ. പിറകിൽ നിന്ന് അഭി വിളിച്ചു പറയുന്നത് കേട്ട് സിദ്ധു അവനെ നോക്കി ദഹിപ്പിച്ചു പുറത്തേക്ക് നടന്നു. സിദ്ധു പവിയെ അന്വേഷിച്ചു വരാന്തയിലൂടെ നടന്നു. ഫാഷൻ ഷോയുടെ ഭാഗമായി അവൾ മേക്കപ്പ് റൂമിലേക്ക് പോകുന്നത് കണ്ടതും സിദ്ധു അവൾ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് ഡ്രസ്സ് മാറി മേക്കപ്പ് ചെയ്തു വന്ന പവിയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ പവി കാണുന്നത് വരാന്തയിൽ നിൽക്കുന്ന സിദ്ധുവിനെയാണ്. ലാവൻഡർ നിറത്തിലുള്ള ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയിരുന്നു അവൾ ധരിച്ചിരുന്നത്. ആ ഡ്രസ്സിൽ അവൾ അതിസുന്ദരിയായി കാണപ്പെട്ടു. സിദ്ധുവിൻ്റെ നോട്ടം തന്നിലേക്ക് നീളുന്നത് തിരിച്ചറിഞ്ഞ പവി അവനെ ശ്രദ്ധിക്കാതെ അവനെ മറികടന്നു മുന്നോട്ട് നടന്നു. തനിക്ക് മുന്നിലൂടെ നടക്കുന്ന പവിയെ നോക്കി നിന്ന സിദ്ധു കാണുന്നത് അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ പുറകുവശത്തെ 2-3 ഹുക്സ് തുറന്നു കിടക്കുന്നതാണ്. വരാന്തയിലുടനീളം ആൾക്കാരുണ്ട്, അതും ചെക്കന്മാര്. പോരാഞ്ഞ അഭിയും ജീവയും എവിടെ നിന്നോ ആ നേരത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇവന്മാരുടെ ഇടയിൽ കൂടി ഇവള് പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് സിദ്ധു പവിയുടെ അരികിലേക്ക് ഓടി. പിന്നിൽ നിന്നും അവളെ ഇറുകെ പുണർന്നു. അവൻ്റെ പ്രവൃത്തിയിൽ പവി ആകെ തറഞ്ഞു നിൽക്കുകയാണ്. സിദ്ധുവിൻ്റെ കെട്ടിപ്പിടുത്തം കണ്ട അഭിയും ജീവയും അടക്കം പിള്ളേരൊക്കെയും വായും പൊളിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. സിദ്ധു എന്തായി കാണിക്കുന്ന വീട്ട് അവൻ്റെ പിടിയിൽ നിന്നും കുതറിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ സിദ്ധു ആണെങ്കിൽ അത് കൂട്ടാക്കാതെ അവളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒരാൾ പിടിപിടിക്കാൻ നോക്കുമ്പോൾ മറ്റേയാൾ ഒന്നുകൂടി മുറുക്കി പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. ഇവൻ അസൂയ മൂത്ത് ഭ്രാന്തായെന്നാ തോന്നുന്നത്. ലേശ ഉളുപ്പ് അഭി ജീവിയോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ അരികിലേക്ക് നടന്നു. എടാ, ഇനോഗ്രേഷൻ പരിപാടി കഴിയാറായി. ചെയർമാൻ ഇവിടെ റൊമാൻസ്മാനായി നിന്ന് അവിടെ ആര് പ്രസംഗം നടത്തും? നിങ്ങൾ ചെല്ല്. ആ അഞ്ജനോട് 5 മിനിറ്റ് ക്യൂട്ട്നെസ് വാരി വിതരാൻ പറ. അപ്പോഴേക്കും ഞാനെത്തി. അല്ല, നമ്മുടെ ജിത്തുമോനെന്തേ പോയോ അതോ ഉണ്ടോ? സിദ്ധു പവിയെ പുണർന്നുകൊണ്ടാണ് ഈ പറയുന്നത്. അതിനിടയിൽ പവി അവനെ പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹേയ്, എവിടെന്ന്?
ജിത്ത് മോനെ ഫാഷൻ ഷോ കഴിയാതെ പോവില്ലല്ലോ. അഭി കൊള്ളിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. സിദ്ധുവിനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പിന്നാലെ ജീവയും ചെന്നു. അവർ പോയതും സിദ്ധു പവിയെയും ഉന്തി തള്ളി തൊട്ടരികിലെ ക്ലാസ് മുറിയിലേക്ക് നടന്നു. സിദ്ധു അവളിൽ നിന്നുള്ള പിടിവിട്ടു ഡോറടച്ച് കുറ്റിയിട്ടതും അവൾ അവനെ തള്ളി മാറ്റി ഡോർ തുറക്കാൻ ഒരുങ്ങി. അന്നേരം സിദ്ധു അവളുടെ തുറന്നു കിടക്കുന്ന ടോപ്പിൽ കൂടി കാണുന്ന അവളുടെ പുറം ഭാഗത്ത് ചെറുതായി പിച്ചി അവളെ വേദനിപ്പിച്ചു. ഒപ്പം അവളുടെ ഇന്നറിൻ്റെ ഹുക്ക് കൂടി അഴിച്ചു മാറ്റിയതും കാര്യം മനസ്സിലായവൾ ഞെട്ടലോടെ പുറംതിരിഞ്ഞു നിന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവിടെ തികച്ചും ഗൗരവം മാത്രം. അവൻ തൻ്റെ ഇടുപ്പിൽ കൈവച്ച് അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്നുണ്ട്. എന്തേ പോകുന്നില്ലേ? അവൻ ചോദിച്ചു. അവൾ ഹുക്കിടാൻ വേണ്ടി ആവും വിധം നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. അവളുടെ ചേഷ്ടകൾ അവൻ നോക്കി നിന്നു. പരിപാടി തുടങ്ങിക്കാണും എന്ന ചിന്തയിൽ അവൾ ദയനീയമായി അവനെ നോക്കി. അവളുടെ നോട്ടത്തിനർത്ഥം മനസ്സിലായ അവൻ നേരെ അവളുടെ പിറകിൽ വന്ന് നിന്നു. അവൻ അവളുടെ മുടി വകഞ്ഞു മാറ്റി. സിദ്ധുവിൻ്റെ കണ്ണുകൾ അവളുടെ പുറം മേനിയിലൂടെ അലഞ്ഞു നടന്നു. അഴിഞ്ഞു കിടക്കുന്ന അവളുടെ ഇന്നർ വെയറിൻ്റെ ഹുക്കിൽ അവൻ്റെ കൈ അമർന്നതും അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു. അവൻ്റെ കൈവിരൽ അവളുടെ പുറം മേനിയെ സ്പർശിക്കവേ അവളുടെ ശരീരമാകെ തണുത്ത് വിറച്ചു. അവൻ അവളുടെ ഡ്രസ്സിൻ്റെ ഹുക്കിട്ട് കൊടുത്ത് അവളുടെ മുടി നേരെ ഇട്ട് കൊടുത്തതും ഇരുവരും ഒരു നിമിഷം കണ്ണിലേക്ക് നോക്കി നിന്നു. ഇനിയും അതുപോലെ നിന്ന തൻ്റെ കയ്യിൽ നിന്നും പോകുമെന്ന് തിരിച്ചറിഞ്ഞ അവൾ ഡോർ തുറക്കാൻ നോക്കവേ സിദ്ധു അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അത് പിന്നെ നിന്നോട് എന്താ അയാൾ പറഞ്ഞേ? നേരിയ ചമ്മലോടെയാണ് സിദ്ധു അത് ചോദിച്ചത്. ആര്? പവി തിരിച്ചു ചോദിച്ചു. അയാൾ ആ ജിതിൻ റോയ്. സിദ്ധുവിൻ്റെ പരങ്ങൽ കണ്ടതും പവിക്ക് കാര്യം മനസ്സിലായി. ഓ, ജിത്തു ഏട്ടൻ. പവി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജിത്തു ഏട്ടനാ? ആരുടെ ജിത്തു ഏട്ടൻ? ആരുടെയെങ്കിലും നിനക്കെന്താ? അങ്ങേര് എന്ത് പറഞ്ഞതാണെന്നേ നീ അറിയും വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ അവൻ പിടിച്ചത് വിടുവിച്ച് അവൾ പോവാനൊരുങ്ങി. എന്നാൽ അവളുടെ മറുപടി ഇഷ്ടപ്പെടാത്ത സിദ്ധു അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി അവളെ തന്നോട് അടുപ്പിച്ചു. നീ പറഞ്ഞിട്ട് പോയാൽ മതി. സൗകര്യമില്ല. എന്തേ? പവി അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് പറയുന്നത്. ആഹാ, മോൾക്ക് സൗകര്യമില്ല? സൗകര്യം ഉണ്ടാക്കി തരാലോ. അടുത്ത നിമിഷം അവൻ്റെ വലത് കൈ അവളുടെ ടോപ്പിനുള്ളിലേക്ക് നീങ്ങി. അവളുടെ വയറിൽ അവൻ്റെ കൈ അലഞ്ഞു നടന്നു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷൂട്ടിൽ അള്ളിപ്പിടിച്ചു. അവളുടെ അരഞ്ഞാണം വിരലിൽ കൊളുത്തിയതും അവൻ്റെ നോട്ടം അവളുടെ കണ്ണിലേക്ക് നീണ്ടു. അവളുടെ അന്നേരത്തെ കണ്ണിലെ പിടച്ചിൽ അവൻ ആസ്വദിച്ചു. അവളുടെ അരഞ്ഞാണത്തിൽ വിരൽ ചുറ്റി പൊക്കിൾ ചുഴിയുടെ ആഴളന്നു. അവൻ്റെ നീക്കത്തിൽ അവളിൽ നിന്നും ഏങ്ങലുയർന്നു. അവൾ തൻ്റെ കണ്ണുകൾ ഇറകെ പൂട്ടി. അവളുടെ അന്നേരത്തെ ഭാവം അവൻ ചുണ്ടിലൂറിയ ചിരിയാലെ നോക്കി നിന്നു. പറ, അവൻ എന്താ പറഞ്ഞ? അവളുടെ കാതോരം പതിയെ ഊതിക്കൊണ്ടവൻ ചോദിച്ചു. പറയില്ല. അവൾക്കും വാശിയേറി. പറയില്ല? ആഹാ, പറയിപ്പിക്കാനേ എനിക്കും അറിയാം. അവനും വാശിയായി. അടുത്ത നിമിഷം അവൻ്റെ കൈ അവളുടെ അടിവയറും കടന്ന് താഴേക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് തിരിച്ചറിഞ്ഞതും അവൾ അവൻ്റെ ആ കയ്യിൽ പിടുത്തമിട്ടു. ഇത് വേണ്ട, ഞാൻ പറയാം. അവൾ തളർന്നു തുടങ്ങി. എന്നാ പറ. നീ കൈയ്യെട്. ആദ്യം പറയ്, എന്നിട്ട് കൈയെടുക്കാം. അവൻ്റെ കൈ പിന്നെയും താഴ്ന്നു. വേണ്ട, ഞാൻ പറയാം, അവൾ കിതപ്പോടെ പറഞ്ഞു. അത് പിന്നെ പോകുന്നതിന് മുൻപ് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തിന്? സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു. അത് നീ പോയി ചോദിക്ക്. എനിക്കറിയില്ല. ചോദിക്കും ഞാൻ. അല്ല പിന്നെ പോകുന്നതിന് മുമ്പ് കാണണം പോലും. എന്തിന്? സിദ്ധു കടപ്പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തൻ്റെ കൈ പിൻവലിക്കും മുമ്പ് അവിടം ചെറുതായി നുള്ളി നോവിപ്പിച്ചു. അവളെ നേരി വലിച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. നീ എന്ത് വേണേലും ചെയ്യ്. തന്നെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ഇടത് കൈയിലെ പിടി കൂടി വിടുവിക്കാൻ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അന്നേരം അവൻ അവളുടെ കഴുത്തി കിടക്കുന്ന താലിയെടുത്ത് പുറത്തേക്കിട്ടു. ഇത് ഞാൻ കെട്ടിത്തന്നതേ ഇങ്ങനെ മൂടി വെക്കാനല്ല. ഇതെങ്ങാനും അകത്തേക്കിട്ടാലേ കൊല്ലും ഞാൻ. അത്രയും പറഞ്ഞ് അവൻ തന്നെ ഡോറും തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ പ്രോഗ്രാം ഹാളിലേക്ക് നടന്നു. ഇവനിതെന്താ പറ്റിയ എന്ന പോലെ ചിന്തിച്ചുകൊണ്ട് പവിയും പിന്നാലെ ഉണ്ടായിരുന്നു. സിദ്ധു ഹാളിൽ എത്തിയപ്പോഴേക്കും അഞ്ജന അവനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ജിത്തുമോൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം സിദ്ധു പാഴാക്കില്ല. എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് മാത്രം പതിയ വിധത്തിൽ അവൻ സംസാരിച്ചു തുടങ്ങി. ജിതിനും സിദ്ധുവിൻ്റെ സ്പീച്ച് ആസ്വദിച്ചിരുന്നു. സിദ്ധുവിൻ്റെ പ്രസംഗം ഒരു ചെറുപുഞ്ചിരിയോടെ വീക്ഷിക്കുകയാണ് പവി.
അതിനിടയിൽ എന്തോ ഓർത്ത പോലെ അവളുടെ കണ്ണുകൾ ആതിരയിലേക്ക് നീണ്ടു. സിദ്ധുവിലേക്ക് നീളുന്ന അവളുടെ കണ്ണിലെ ഭാവത്തിൽ എന്തോ വശപ്പിശക് തോന്നിയ പവിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഇങ്ങനെ പോയാൽ ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിച്ചു കൂട്ടും, സ്വയമേ പറഞ്ഞുകൊണ്ട് പവി തൻ്റെ പ്രിയതമനിലേക്ക് മാത്രം നോട്ടം പതിപ്പിച്ചു. നേരത്തെ സിദ്ധുവുമായി നടന്ന പ്രണയ നിമിഷം ഓർക്കവേ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. നിനക്ക് വെച്ചിട്ടുണ്ട് ട്ടാ, എന്തൊരു നുള്ളേ. നന്ദു പിറകിൽ നിന്നും തോണ്ടിയതും പവി ചിന്തയിൽ നിന്നുണർന്നു. ഇനോഗ്രേഷൻ പരിപാടിയൊക്കെയും കഴിഞ്ഞു. ഫാഷൻ ഷോ മത്സരത്തിന് വേണ്ടി വേദി ഒരുങ്ങി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളൊക്കെയും താഴേക്ക് മാറിയിരുന്നു. ഫാഷൻ ഷോ മത്സരത്തിൽ പങ്കെടുക്കാൻ CSൽ നിന്ന് നന്ദു ഉണ്ടായിരുന്നു. നന്ദുവും പവിയും പരസ്പരം പുണർന്നുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വേദിയിലേക്ക് പോവാൻ ഒരുങ്ങുന്നുണ്ട്. ഫാഷൻ ഷോ കോൺടെസ്റ്റിൽ വിധികർത്താക്കളായി എത്തിയിരിക്കുന്നത് കുസുമവും ഷീനയും ഓമും ആയിരുന്നു. ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന നന്ദുവിൻ്റെ നോട്ട് ഓമിലെത്തി നിന്നു. അവൻ ഷീന മാഡത്തോട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. അതിഷ്ടപ്പെടാത്ത മട്ടിൽ നന്ദുവിൻ്റെ മുഖം ചുളുങ്ങി. അവൾ അപ്പം തന്നെ അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും അവൻ ഫോൺ എടുത്ത് നോക്കി. അപ്പോഴേക്കും അവൾ കട്ട് ചെയ്തിരുന്നു. നന്ദു ആണെന്ന് കണ്ടത് അവൻ ചുറ്റും നോക്കി. അവൻ അവൾ എവിടെയും കണ്ടില്ല. കർട്ടൻ്റെ മറവിൽ നിന്നുകൊണ്ട് നന്ദു അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്തു. ഇത്രമാത്രം കിണിക്കാനേ? ഷീന മാഡം എന്ത് കോമഡിയാ പറഞ്ഞേ? മറ്റേ ബാർബർ ഷോപ്പാണെന്ന് കരുതി ഹോട്ടലിൽ പോയ കഥയായിരിക്കും അല്ലേ മാഷേ? ഓ മെസ്സേജ് തുറന്നു നോക്കി. അന്നേരം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൾ നോക്കി നിന്നു. ഉഫ്, യുവർ സ്മൈൽ ഈസ് കില്ലിങ് മീ. ദേ, ഞാനേ അങ്ങോട്ട് വന്ന് ഒരു ഉമ്മ തരട്ടെ? അവളുടെ അടുത്ത മെസ്സേജ് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. യെസ്, ഓഫ് കോഴ്സ്, യു ആർ ഓൾവേസ് വെൽക്കം മൈ സ്വീറ്റ് ഹാർട്ട്. ഇതെവിടെയല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അവൻ തിരിച്ചു മെസ്സേജ് അയച്ചു. പക്ഷേ എനിക്ക് കാണാം, ഞാനേ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ മുട്ടിയിരിക്കാനേ അവൾ നിങ്ങളുടെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ആ ചെയർ ഇത്തിരി നീക്കിയിട് മനുഷ്യ. മെസ്സേജ് വായിച്ച അവൻ ചെയർ നീക്കിയതും ഷീന മിസ് അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അതെ, എനിക്കറിയാം അനിയത്തിക്ക് കൂടുതൽ മാർക്ക് കൊടുക്കുള്ളൂന്ന്. എന്നാലും ചോദിച്ചു പോവാ, എന്നെ ജയിപ്പിക്കാൻ വല്ല വകയുണ്ടോ? വെറുതെ വേണ്ട, കൈക്കൂലി തരാം. അവൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തി. എന്ത് തരും? മനസ്സിൽ ലെഡ് പൊട്ടിയെങ്കിലും പൊട്ടാത്ത ഭാവം നടിച്ചുകൊണ്ട് റിപ്ലൈ അയച്ചു. കിസ് 1 അല്ല 10. സോറി, പോരല്ലോ. അവൻ റിപ്ലൈ അയച്ചു. പിന്നെ എനിക്ക് നിന്നെ മതി. ഇപ്പോഴോ? ഇപ്പോഴല്ല, ഇന്ന് രാത്രി. മെസ്സേജ് വായിച്ചത് അവളുടെ നോട്ട് അവനിലേക്ക് നീണ്ടു. അവനാണെങ്കിൽ അവൾ എവിടെ എന്ന പോലെ തപ്പുന്നുണ്ട്. ആലോചിക്കവളാണ്, പക്ഷേ അന്നത്തെ പോലെ വേദനിപ്പിച്ച ഞാൻ പിടിച്ചു കടിക്കൂട്ടോ. ആഹാ, നിന്റെ കൈക്കുലേ കൈ വെച്ചാൽ മതി, അല്ലാതെ തന്നെ നിന്നെ ഞാൻ എടുത്തോളാം. കഴിവുണ്ടെങ്കിലേ ജയിക്കാൻ നോക്ക്, വെച്ചിട്ട് പോയ പെണ്ണെ. എനിവേ, ഓൾ ദി ബെസ്റ്റ് മൈ സ്വീറ്റ് വൈഫ്. അവൻ സെൻഡ് ബട്ടൺ അമർത്തി ഫോൺ പോക്കറ്റിലിട്ടു. എനിക്കറിയാം എങ്ങനെ തന്നെ പറയുമെന്ന്. എന്നേക്കാൾ ഇഷ്ടം പെങ്ങളെയാണല്ലോ. എൻ്റെ ചേട്ടനാണെങ്കിൽ പെങ്ങളെക്കാൾ ഇഷ്ടം കെട്ടിയോളെയും. അപ്പം ഞാനാരാ? പൊട്ടനാ? പവയുടെ മുന്നിൽ ഞാൻ ഒന്നുമില്ലെന്നറിയാം. ഞാൻ ചുമ്മാ ചോദിച്ചതെൻ്റെ കെട്ടിയോനെ. എനിക്ക് ജയിക്കണ്ട, അവൾ ജയിച്ചോട്ടെ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് മാറിക്കുത്തരുത് കേട്ടാ. എനിക്കറിയാം എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്കത് മതി. ഐ ലവ് യു. അവൾ തിരികെ അവന് മെസ്സേജ് അയച്ചു. തൻ്റെ ഫോൺ കർട്ടൻ്റെ പിറകെ നിൽക്കുന്ന ചില്ലുവിൻ്റെ കൈ കൊടുത്തു. ഫോൺ വൈബ്രേറ്റ് ആയത് ഓൻ വീണ്ടും ഫോൺ എടുത്ത് നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയാലെ അവൻ മെസ്സേജ് വായിച്ചു. ഫോണിൽ നോക്കി ചിരിക്കുന്ന ഓമിനെ ഷീന മാഡം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരിതെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന മട്ടിൽ തിരികെ ഷീനയും അവൻ നോക്കി. ദൈവമേ, ഇനിയിപ്പോൾ ഞാൻ നോക്കുന്നത് കണ്ട് നന്ദു തെറ്റിദ്ധരിച്ച് കാണുമോ എന്ന് കരുതി ഓം ഡീസൻ്റ് ആയിരുന്നു. റൺവേ വോക്കോടുകൂടി ഷോ ആരംഭിച്ചു. നേരത്തെ പാട്ട് പാടി ഞെട്ടിച്ച പെൺകുട്ടി വീണ്ടും മറ്റൊരു തരത്തിൽ ഞെട്ടിക്കുന്നത് കണ്ട് പവിയിൽ ജിതിൻ്റെ കണ്ണുകൾ ഉടക്കി. അവളുടെ മനോഹരമായ കോസ്റ്റ്യൂമും ചുവടുകളും അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ സിദ്ധുവിൻ്റെ കണ്ണുകളാണെങ്കിൽ ജിതിൻ റോയലായിരുന്നു. അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. എടാ സിദ്ധു, ജിത്തുമോൻ്റെ നോട്ടം ശരിയല്ല കേട്ടാ. അവസാനം ഉദ്ഘാടിക്കാൻ വന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന അവസ്ഥ വരത്തിട്ടാ. അവളാണെങ്കിൽ നന്നായി പാടി അങ്ങനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇത്രയും നാളായിട്ട് നിനക്ക് മരുന്നിന് പോലും ഒരു പാട്ട് പാടി തന്നില്ലെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അബിയുടെ സംസാരം കേട്ട് തേജ ഇടയിൽ കയറി പറഞ്ഞു. ഉണ്ടടാ ഉണ്ട്,
ഒരുപാട് അർത്ഥമുണ്ട്. എടാ എനിക്ക് നിന്നെ ഓർത്തെ നല്ല വിഷമമുണ്ട്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ കോളേജിൻ്റെ മേളിൽ കയറി ചാടി ചത്തേനെ. എടാ അങ്ങേർക്കേ മറ്റേ സംഭവം അടിച്ചു എന്നാ തോന്നണേ. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇല്ലേ അത്. സിദ്ധു, ദുഃഖിച്ചാൽ സൂക്ഷിക്കേണ്ട. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എനിക്കത്രേ പറയാനുള്ളൂ. അബി അതിനിടയിൽ മണ്ണെണ്ണ കോരി ഒഴിക്കുന്നുണ്ട്. അന്നേരം സിദ്ധു ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. എടാ കുടുംബം കലക്കി, നിനക്ക് എന്തിൻ്റെ സൂക്കേടാടാ? തേജ അബിയുടെ കൈ പിടിച്ചു ഞെരിച്ചു. ഒരു മനസ്സുഖം അത്രേ ഉള്ളൂ, അബി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. തേജയും ജീവ അബിയും സിദ്ധുവിനെ അന്വേഷിച്ചു വരാന്തയിലൂടെ നടന്നു. സിദ്ധു ആണെങ്കിൽ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ വാഗമരത്തിൻ്റെ കണക്കെടുക്കുന്നുണ്ട്. എടാ സിദ്ധു, ഞാൻ ചുമ്മാ തമാശിച്ചതാ. കാഞ്ചനമാല മൊയ്തീനുള്ളതാണെങ്കിലേ പല്ലവി സിദ്ധുവിനുള്ളതാ. അല്ല പിന്നെ. നീ ഇങ്ങനെ വിഷമിക്കാതിരി. പോവാൻ നേരം ആ ജിതിൻ റോയ് അവളെ കാണരുത്, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്, അബി പറഞ്ഞു. എന്ത് വഴി? സിദ്ധു ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നിങ്ങൾ വാടാ. അബി ജീവയും തേജയും കൂട്ടി അവിടെ നിന്ന് നടന്ന് നീങ്ങി. ഫാഷൻ കോൺടെസ്റ്റ് കഴിഞ്ഞതും സംഘാടകരോട് യാത്ര പറഞ്ഞു ജിതിൻ റോയ് പോവാനിറങ്ങി. ക്യാമ്പസ് മുറ്റത്ത് ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ജിതിൻ്റെ തൊട്ടരികിൽ സിദ്ധു ഉണ്ടായിരുന്നു. താങ്കൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ? സിദ്ധു പുച്ഛം മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. യെസ്. നേരത്തെ പ്രാർത്ഥന ഗാനം ആലപിച്ച കുട്ടിയില്ലേ, ആ കുട്ടിയോട് എന്നെ വന്ന് കാണാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താ ആ കുട്ടിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, സിദ്ധു ചോദിച്ചു. ആ കുട്ടി വരട്ടെ, ഞാൻ ആ കുട്ടിയോട് നേരിട്ട് പറഞ്ഞോളാം. അത് കേട്ടതും സിദ്ധുവിന് അയാളെ ചവിട്ടി കൂട്ടാനാണ് തോന്നിയത്. ഇനിയിപ്പോൾ ആ കുട്ടി വരില്ലായിരിക്കും, നിങ്ങൾ പോയിക്കോ. വലിയ തിരക്കുള്ള ആളല്ലേ, സമയം കളയണ്ട. സിദ്ധു അയാളെ പറഞ്ഞു വിടാൻ ധൃതി കൂട്ടി. ഞാൻ പോയിക്കോളാം. ആ കുട്ടി വരില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ചെറുചിരിയാളെ ജിതിൻ ചോദിച്ചു. അതൊക്കെ അറിയാം, സിദ്ധു മറുപടി പറഞ്ഞു. എന്താ, തനിക്ക് അവളോട് ലവാണോ? പിന്നല്ലാതെ. ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ഞാൻ എൻ്റെ വൈഫിനെ ലവ് ചെയ്യണ്ടേ? ഷീസ് മൈ ഗേൾ. താങ്കളെ റൂട്ട് മാറ്റിപ്പിടി. ആഹാ, അപ്പോൾ കെട്ടിയോണാണല്ലേ? ചുമ്മാതല്ല ഇങ്ങനെ കയറി ചൊറിയുന്നത്. ഹലോ മിസ്റ്റർ കെട്ടിയോൻ, ഞാനും എൻ്റെ വുഡ് വി വൈഫിനെ ലവ് ചെയ്യുന്നുണ്ട്. പിന്നെ തൻ്റെ വൈഫിൻ്റെ ശബ്ദം എനിക്കിഷ്ടമായി, അതാ ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചേ. എന്തായാലും മിസ്റ്റർ കെട്ടിയോനൊരു കാര്യം ചെയ്യും, തൻ്റെ നമ്പർ തന്നേക്ക്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞതും സിദ്ധു ആകെ ചമ്മനാണ് നിപ്പാണ്. എന്നാലും ആറ്റിറ്റ്യൂഡ് വിടാതെ പിടിച്ചു നിന്നു. ചിരി കടിച്ചു പിടിച്ച വാലുകൾ മൂന്നും കൂടെ തന്നെയുണ്ട്. സിദ്ധു മൂന്നിനെയും നോക്കി പേടിപ്പിച്ചു. ജിതിന് സിദ്ധു തൻ്റെ നമ്പർ കൈമാറി. ജിതിൻ അവരോട് യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോയി. അയ്യേ ചമ്മിപ്പോയേ. ജിതിൻ പോയത് മൂന്നും അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നാലും എൻ്റെ സിദ്ധുവേ, നീ നമ്മുടെ ജിത്തുമോനെ സംശയിച്ചല്ലോ എന്നുള്ള അബിയുടെ പറച്ചിൽ കേട്ട് സിദ്ധു അവൻ്റെ പുറം നോക്കി ഒന്ന് കൊടുത്തു. എടാ സാമദ്രോഹി, നീ എന്തിനാണ് അയാൾക്ക് നിന്റെ നമ്പർ തെറ്റിച്ചു കൊടുത്തത്? തേജ ചോദിച്ചു. ഇപ്പോഴേ പെണ്ണ് നിലത്തെങ്ങുമല്ല നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ സിനിമയിൽ കൂടി പാടിയ പിന്നെ എൻ്റെ അവസ്ഥ എന്താവും? സിദ്ധു ഒരുതരം ഭാവത്തോടെ പറഞ്ഞു. പല്ലവി സിദ്ധാന്ത്, അവളുടെ പേരിൻ്റെ കൂടെ എൻജിനീയർ, ഡിസൈനർ, പ്ലേ ബാക്ക് സിംഗർ ഇതൊക്കെ കൂട്ടിച്ചേർക്കാൻ എനിക്കറിയാം. അല്ലാതെ ഒരുത്തൻ്റെയും സഹായം എനിക്ക് വേണ്ട. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ? അതും പറഞ്ഞ് സിദ്ധു ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നതും പിന്നാലെ വാലുകളും ചെന്നു. ചായക്കുടി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ പ്രോഗ്രാം ഹാളിൽ എത്തിയത്. അപ്പോഴൊക്കെ അവിടെ ലൈറ്റ് മ്യൂസിക് നടക്കുന്നുണ്ട്. ചെസ് നമ്പർ 106 ഫസ്റ്റ് കോൾ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതിനിടയിൽ സെക്കൻഡ് കോൾ, തേർഡ് കോൾ, ലാസ്റ്റ് കോൾ എല്ലാം കൂടി വിളിച്ചു. ഏത് അലവലാതിയായി 106? ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? സിദ്ധു ആരോടൊന്നില്ലാതെ പറഞ്ഞു. അതിനിടയിൽ നേരത്തെ പവിയുമായുള്ള റൊമാൻസിൻ്റെ ഓർമ്മകൾ അയവിറക്കി ബ്ലഷ് അടിക്കുന്നുണ്ട്. അന്നേരമാണ് മിന്നായം പോലെ പവിയുടെ ചെസ് നമ്പർ 106 അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ആ നേരത്താണ് ചില്ലു അങ്ങോട്ട് വരുന്നത്. സിദ്ധുവേട്ടാ, പവിയെ കണ്ടോ? ഞാൻ ഇവിടേക്ക് നോക്കി, എവിടെയില്ല. അവളുടെ നമ്പറായി വിളിക്കുന്നത്. ചില്ലു പറഞ്ഞത് കേട്ടതും സിദ്ധു വല്ലാത്ത ഭാവത്തോടെ അബിയെ നോക്കി. എടാ തെണ്ടികളെ, 106 പവിയാടാ. നിങ്ങളൊക്കെ കൂടി അവിടെ എവിടെ കൊണ്ട് പൂർത്തി വെച്ചിരിക്കുക? ജീവയുടെ കാതിൽ സിദ്ധു പതിയെ ചോദിച്ചു. അന്നേരം ജീവ ഒന്ന് ഇളിച്ചു കാണിച്ചു. ചെസ് നമ്പർ 106 ഈസ് ക്യാൻസൽഡ്. നെക്സ്റ്റ് ചെസ് നമ്പർ 126. ചെസ് നമ്പർ 126 റിപ്പോർട്ട് ഓൺ ദി സ്റ്റേജ്. അത് കേട്ടതും സിദ്ധുവിൻ്റെ മുഖം വാടി. അവൻ അബിയെ നോക്കി ദഹിപ്പിച്ചു. എടാ, മാപ്പിളപ്പാട്ടിന് കൂടി അവളുണ്ട്. അടുത്തത് മാപ്പിളപ്പാട്ടാണ്. അതുകൂടി കഴിഞ്ഞിട്ട് തുറന്നു വിട്ടാൽ പോരെ? അവൾ പാടിയ ഫസ്റ്റ് ഉറപ്പാ. പോയിൻ്റെ മെക്കിന് പോവും. അവളുടെ വെല്ലുവിളി മറക്കണ്ട. കപ്പ് നമുക്ക് വേണ്ടേ?
അഭി പറഞ്ഞത് കേട്ടതും സിദ്ധു അവനെ തുറിച്ചു നോക്കി. പവി എവിടെയാണെന്ന് അവൻ സിദ്ധുവിനോട് പറഞ്ഞതും സിദ്ധു അവിടുന്ന് ധൃതിയിൽ ഇറങ്ങി. എടാ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സിദ്ധുവിന് പിറകെ നടന്നുകൊണ്ട് അഭി പറഞ്ഞു. ഇതിനേക്കാൾ ഭേദം ആ കണ്ണാടി ആയിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്തോ. മിക്കവാറും നീ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ടെറസിൻ്റെ മേലെ നിന്ന് എടുത്ത് ചാടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു മുന്നോട്ട് നടന്നു. ഇവ സിദ്ധുവിനെയും കൂട്ടി പവിയെ പൂട്ടിയിട്ട മുറി ലക്ഷ്യം വെച്ച് നടന്നു.